എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ ചെറിയ സന്ദേശം നിങ്ങൾ കേൾക്കുക, ശ്രദ്ധയോടെ കേൾക്കുകയും പ്രാർത്ഥനയോടെ ആയിരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഗ്രഹവും നന്മയും കാരണമാക്കി തീർക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭാരത്തോടെയുള്ള വിഷയങ്ങളിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം അപ്രകാരം ചെയ്യുമാറാകട്ടെ. ചെറിയ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ബൈബിളിലെ പൂക്കൾ എന്നുള്ളതായ തലക്കെട്ടാണ് ഞാൻ നൽകിയിരിക്കുന്നത്. പൂക്കളെക്കുറിച്ച് നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും ചെറിയ ഒരു നിലയിൽ ആ കാര്യങ്ങളെക്കുറിച്ച്, ബൈബിളിലെ പൂക്കളെക്കുറിച്ച് ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, പൂക്കൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ബന്ധത്തിലും പരിസ്ഥിതിയോടുള്ള ബന്ധത്തിലും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ കാര്യങ്ങളാണ്. അതുപോലെ ഒരു മനുഷ്യന് ഈ പ്രപഞ്ചത്തിലെ മനോഹരമായ ഈ സൃഷ്ടിയെക്കുറിച്ച് കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആ മഹത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ മനസ്സിന് വളരെ കണ്ണിനൊക്കെ വളരെ ഇമ്പമായി വളരെ കുളിർമ നൽകുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് നമുക്ക് ഓരോരുത്തരെ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങൾ അലങ്കരിക്കുമ്പോൾ ഈ പൂക്കൾ ഉപയോഗിച്ച് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അല്ലെ, ആളുകളെ വളരെ മാനിക്കേണ്ടവരെ, ബഹുമാനിക്കേണ്ടവരെ, അനുമോദിക്കേണ്ടവരെ, സ്വീകരിക്കേണ്ടവരെ എല്ലാം പൂക്കൾ കൊടുത്ത് പല നിലകളിലുള്ള പൂക്കൾ ആ നിലയിൽ കൈക്കൊള്ളുവാനായിട്ടിടയായിത്തീരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പൂക്കളോടുള്ള ബന്ധത്തിൽ നമുക്ക് പൊതുവിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തന്നെ മനുഷ്യൻ്റെ പ്രകൃതത്തെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. എത്ര പ്രതാപമുള്ളവനായാലും വാടുകയും പിന്നീട് കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നത് പോലെ മനുഷ്യൻ്റെ ജീവിതം ഇത്രയ്ക്കേ ഉള്ളൂ എന്നും, മനുഷ്യൻ്റെ ആ ചെറിയ കാലഘട്ടത്തിൻ്റെ പ്രതാപത്തെക്കുറിച്ചും പ്രതാപം വിട്ട് പോകുന്നതിനെക്കുറിച്ചും പിന്നീട് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. പിന്നത്തേതിൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ആ സൃഷ്ടിപ്പിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രപഞ്ച നിലനിൽപ്പിനും നമ്മുടെ പരിസ്ഥിതിക്ക് ആവശ്യവും വളരെ അത്യാവശ്യമായിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് തേനീച്ചകൾ, ചിത്രശലഭങ്ങൾ, അതുപോലെ തന്നെ അതിനകത്തുള്ള വിത്തുകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സംവിധാനമാണ് പൂക്കളെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാനിന്ന് പറയുവാനായിട്ട് പൊതുവിൽ ആഗ്രഹിക്കുന്നത് ബൈബിളിനകത്തുള്ള ചില പൂക്കളെ കുറിച്ചിട്ടാണ്. കൂടുതൽ പൂക്കളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്നാൽ 4 പൂക്കളെക്കുറിച്ച് ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. പൊതുവിൽ പൂക്കളെക്കുറിച്ച് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പൂവ് നല്ല രസമായി വിടരുന്നു, സുഗന്ധം വീശുന്നു, വളരെ പ്രതാപത്തോടെ അത് നിൽക്കുന്നു, അനേകരെ കണ്ട് മനസ്സ് സന്തോഷിക്കുന്നു. അങ്ങനെ പ്രതാപത്തോടെ നിൽക്കുന്നുവെങ്കിലും പിന്നീട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് വാടുകയും പിന്നീട് വേഗത്തിൽ കൊഴിഞ്ഞു വീഴുകയും ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഇപ്പോൾ ജീവിതത്തെക്കുറിച്ചും ഏതൊരുവന് എത്ര വലിയ പ്രതാപത്തോടെ ജീവിച്ചാലും, രാജാക്കന്മാരായി, പ്രധാനമന്ത്രിമാരായി, ഡോക്ടേഴ്സായി, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരായി, ഏത് നിലയിൽ നിന്നാലും നമ്മുടെ മുഖം വികൃതമായി അവസാനം നമ്മൾ ഈ മണ്ണിൽ ലയിച്ച് ചേരുവാനായിട്ടിടയാകും. എന്നാൽ പൊതുവെ പൂക്കൾക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പൂക്കളുടെ അകത്ത് വിത്തുകൾ ഉണ്ടാകും. ഈ വിത്തുകളൊക്കെ കാറ്റിൽ പറന്ന് പിന്നീട് വലിയ രീതിയിൽ പിന്നീട് നമുക്ക് വളരുന്നതും ഫലം കായ്ക്കുന്നതും പൂവിടുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ പൂക്കൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, പ്രതാപത്തോടെ ആണെങ്കിലും വാടി വീഴുന്നു എങ്കിലും അതിനകത്തൊരു വിത്തുണ്ടെങ്കിൽ പിന്നീട് ഒരു മഴക്കാലമോ ഒരു നനവോ ലഭിച്ചാൽ അവ വളരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതിനൊരു നിലനിൽപ്പുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നിലനിൽപ്പിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു അനുകൂലമായ വളരാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വളരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെയാണ് ഈ ക്ഷണികമായ ഒരു ജീവിതമാണെങ്കിലും, എത്ര ആരൊക്കെയാണെങ്കിലും നമ്മുടെ അകത്ത് ഒരു ആത്മാവ് ഉണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു ചെടിക്ക്, ഒരു പൂവിനെ ഒരു വിത്തുള്ളതുപോലെ നമ്മുടെ അകത്ത് വിലയേറിയ ഒരു ആത്മാവ് ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ 100 വയസ്സ് വരെ ജീവിച്ചാലും 80, 70 ഒക്കെ ആയാണെങ്കിലും മരിക്കാതെ എന്നേക്കും നിലനിൽക്കുന്നതായ ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് എന്ന് പറയുന്നത്. അപ്പം ഈ ആത്മാവ് ആണ് ഈ ശരീരം ഇവിടെ മണ്ണിൽ ലയിച്ച് ഈ ആത്മാവ് നശിക്കുകയില്ല, അത് എന്നേക്കും ജീവിക്കും. അത് ദൈവത്തോടു കൂടെ വാഴുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ശിക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമായ ഒരു സ്ഥലത്തും അങ്ങനെ 2 ഇടങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആത്മാവിന് 2 ഇടങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു. നമുക്ക് ദൈവത്തോടു കൂടെ വാഴുന്ന സ്വർഗീയമായ നമുക്ക് ഒരുക്കിയിരിക്കുന്ന അനുഭവമാണ്
യേശു ക്രിസ്തുവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. നരകമെന്ന് പറയുന്നത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഉള്ള ശിക്ഷ അനുഭവിക്കേണ്ട സ്ഥലമാണ്. എന്നാൽ സുവിശേഷം അനുസരിക്കാത്തവർക്ക് അവരോട് കൂടെ അവിടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, രാവും പകലും ദണ്ഡനം അനുഭവിക്കേണ്ടി വരും, എന്നേക്കും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ദുഃഖകരമായ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മാവ് വിലയേറിയതാണ്. ഈ ആത്മാവ് വീണ്ടും ജനിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഒരു മനുഷ്യൻ ജഡത്താൽ ജനിക്കുന്നത് ജഡമാകുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജനിക്കുന്നത് ആത്മാവാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിലെ ആത്മാവ് ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മുടെ ആത്മാവിന് വീണ്ടുജനനം പ്രാപിച്ച് അന്ന് പ്രാപിക്കുന്ന ജീവനാണ് നിത്യജീവൻ. അന്ന് അങ്ങനെ പ്രാപിച്ചവർ ദൈവത്തോട് കൂടെ വാഴുവാനും അവർ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി തീരുവാനും സ്വർഗത്തിൽ അവർക്ക് വസിക്കുവാനും ഇടയായിത്തീരും. അപ്പം ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണമെന്ന് യേശു ക്രിസ്തു മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കാമെന്ന്. അങ്ങനെയെങ്കിൽ പാപത്തിൽ വസിക്കുകയില്ല, പാപമോചനം പ്രാപിക്കാൻ. എല്ലാ പാപങ്ങളെയും കർത്താവിനോട് ഏറ്റു പറയണം. സകല പാപവും ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിപ്പാനിടയായിത്തീരണം. യേശുവിൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, രക്തം കൊണ്ട് തന്നെ ശുദ്ധീകരിക്കണമേ. ഈ ചെറിയ വാക്കുകളാൽ കർത്താവിനോട് പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ പാപം ആ നിമിഷത്തിൽ പാപം ക്ഷമിച്ചു തരികയും രക്തത്താൽ ശുദ്ധീകരണം തന്ന് ദൈവം ഭാഗ്യ വിശുദ്ധരായി തീർക്കുകയും ചെയ്യും. അവരാണ് യേശുവെ എൻ്റെ ഹൃദയത്തിൽ വരണമെന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഒരു പൂവിന് വിത്ത് നിലനിൽക്കുന്നത് പോലെ ഒരു മനുഷ്യന്റെ അകത്ത് ദൈവം വിലയേറിയ ഒരു ആത്മാവിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ആത്മാവിന് നിത്യജീവനും സ്വർഗീയമായ മോക്ഷപ്രാപ്തിയും ദൈവമക്കളായി തീരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നരകത്തിലേക്കല്ല ദൈവ മക്കളായി തീർന്ന് നിത്യജീവനെ പ്രാപിച്ച് ദൈവത്തോട് കൂടെ എന്നും വാഴുവാൻ. അതുകൊണ്ട് ആത്മാവ് വീണ്ടും ജനിപ്പാൻ പാപമോചനവും അതുപോലെ തന്നെ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്താൽ വിത്തിനേക്കാളും അതിശ്രേഷ്ഠമായ നിലയിൽ എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തോട് കൂടെ വാഴുന്ന അനുഭവം ദൈവം നമുക്ക് നൽകി തരാം. അപ്പോൾ വിത്താണ്, ഒരു പൂവിന് ഒരു വിത്ത് ഉള്ള കാര്യമാണ് അതിപ്രധാനമായിരിക്കുന്ന കാര്യം. പ്രേക്ഷകർ നമ്മുടെ ആത്മാവിനെ അത് കാണിക്കുന്നു. പിന്നെ ഉത്തമഗീതം അതിലെ 2-1 വാക്യത്തിൽ 2 പൂക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ശാരോനിലെ പനിനീർ പുഷ്പം, രണ്ടാമത് താഴ്വരയിലെ താമര എന്ന് പറയുന്നു. അപ്പോൾ ഒന്നാമത്തേത് ശാരോനിലെ പനിനീർ പുഷ്പം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെയാണ് അവിടെ പറയുന്നത്. ആ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്കവിടെ ചില കാര്യങ്ങൾ ഒന്ന് വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം. യേശുക്രിസ്തുവിൻ്റെ ആ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നത് ഒറ്റ കാര്യത്തിനാണ്. എന്താണ്? തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഒത്തിരി നന്മകൾ ചെയ്തു, നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചു തന്നു എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. രണ്ടാമത്തേത് വരവിൻ്റെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ലക്ഷ്യം മരണത്തിന് വേണ്ടിയാണ്. പാപമോചനം നൽകേണ്ടതിന്, പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് തൻ്റെ ജീവനെ യാഗമാക്കി പാപത്തിൽ കിടക്കുന്ന മനുഷ്യർക്ക് പാപമോചനം നൽകി അവർ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. അപ്പം താൻ സഹിച്ച പങ്കപ്പാടുകൾ, വേദനകൾ, കഷ്ടതകൾ, അപമാനങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ അതൊക്കെയും കാണിക്കുന്നത് ഈ പനിനീർ പുഷ്പം മുള്ളുകളുടെ ഇടയിലൂടെയാണ് ഇവ മനോഹരമായി വിടരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹിക്കാനായിട്ടുള്ള ഒരു കൃപ നമുക്കുണ്ടാകണം, സഹനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദീർഘക്ഷമയോടെ കാത്തിരുന്ന ദൈവീക വിടുതലും ദൈവത്തിൻ്റെ മഹത്വവും നമ്മൾ കാണുവാനായിട്ടിടയാകും. അപ്പം ഈ വലിയ തകർച്ച, വലിയ പീഡനങ്ങളുടെ നടുവിൽ യേശു കർത്താവ് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ തൻ്റെ ജീവിതം അവിടെ കാണുവാനായിട്ടിടയായി. ഒന്ന് കള്ളനായിരിക്കുന്ന ഒരുവൻ മാനസാന്തരപ്പെട്ടതും, ശതാധിപൻ സൈന്യത്തിലിരിക്കുന്ന പട്ടാളക്കാരൻ അവൻ ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ എന്ന് പറഞ്ഞ്, സത്യം എന്ന് പറഞ്ഞ് വിശ്വാസത്തിലേക്ക് വന്നതൊക്കെ യേശു ക്രിസ്തു അവിടെ കിടന്നുകൊണ്ട് തൻ്റെ ആ വലിയ സഹനത്തിൻ്റെ നടുവിൽ ദൈവീകമായ ഒരു സ്വഭാവം വെളിപ്പെടുത്തി, കർത്താവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല, അത് അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവീക സ്വഭാവം വെളിപ്പെടുത്തുവാനൊക്കിടയായി. ഇങ്ങനെയുള്ള കഷ്ടങ്ങളുടെ നടുവിലും അപ്രകാരം നമുക്ക് മുള്ളിൻ്റെ ഇടയിൽ നമുക്ക് പീഡനങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു പനിനീർ പുഷ്പം പിച്ചി ചീന്തപ്പെട്ടാൽ വലിയ സുഗന്ധം ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ആ പരിസരം മുഴുവൻ ആ സുഗന്ധം പരത്തുവാനായിട്ടിടയാകും. അപ്പോൾ പനിനീർ പൂവ് പിച്ചി ചീന്തപ്പെടുമ്പോൾ, ഞെരിഞ്ഞമർന്നപ്പെടുമ്പോൾ അന്തരീക്ഷം വലിയ രീതിയിൽ മാറ്റം വരുവാനായിട്ടിടയാകും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവിക സ്വഭാവം വെളിപ്പെടുവാനായിട്ടിടയാകും. അതുതന്നെയാണ് യേശു ക്രിസ്തു തൻ്റെ ക്രൂശിൽ ആ കഷ്ടത്തിൻ്റെ നടുവിൽ പിച്ച് ചീന്തപ്പെട്ടപ്പോൾ വലിയ സുഗന്ധം വീശുവാനായിട്ടിടയായി. മുള്ളുകൾക്കിടയിലും നമുക്ക് പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയോടെ ക്ഷമയോടെ കാത്തിരുന്നാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ടിടയാകും. തകർക്കപ്പെടുമ്പോൾ നമുക്കൊരു ദൈവിക സ്വഭാവത്തിൽ നമ്മൾ നിലനിൽക്കുന്നുവെങ്കിൽ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ നൽകും. ആമേൻ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇതൊരു രാജകീയ പുഷ്പമാണ്, ഒരു റോയൽ ഫ്ലവറാണ് അല്ലേ? അത് നമുക്കറിയാം, വലിയ നേതാക്കന്മാർക്ക്, രാജാക്കന്മാർ, അതുപോലെ മന്ത്രിമാർ, അതുപോലെ ഉന്നതരായിരിക്കുന്നവർക്ക് അവരെ
കോട്ടിൻ്റെ പോക്കറ്റിലൊക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു രാജകീയ സ്വീകരണം നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയും. അപ്പോൾ രാജാക്കന്മാർക്ക് കൊടുക്കുന്നത് യേശു ക്രിസ്തു അവൻ രാജാവാണ്. അതാണ് പനിനീർ പുഷ്പം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ടതായൊരു കാര്യം. അവൻ രാജാവ് മാത്രമല്ല, രാജാക്കന്മാരുടെ രാജാവാണ്. രാജാവായി നാം സ്വീകരിക്കുമ്പോൾ, അവൻ രാജാവായിട്ട് നമുക്ക് മനസ്സിലാക്കുമ്പോൾ, ഒരു രാജാവിൻ്റെ അടുക്കൽ കടന്നു വന്നാൽ അവൻ്റെ അടുത്ത കാര്യങ്ങളെ പറയുമ്പോൾ അവൻ ഭാര്യയും കോരിയും നമുക്ക് പ്രതിഫലം സമ്മാനങ്ങൾ നൽകി തരുന്ന ഒത്തിരി രാജാക്കന്മാരാണ് പൊതുവേ ഉള്ളത്. അവൻ്റെ അടുക്കൽ വന്നാൽ രാജാവിൻ്റെ ഒരു സ്വഭാവം അവന് കൈനിറച്ച് സമ്മാനങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ രാജാക്കന്മാരുടെ രാജാവായിരിക്കുന്ന കർത്താവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. നിന്റെ കരങ്ങൾ ബലപ്പെടുത്തുവാൻ, അവൻ ചില സമ്മാനങ്ങൾ തരുവാൻ, ചില നന്മകൾ തരുവാൻ, ചില അനുഗ്രഹങ്ങൾ തരുവാൻ, ചില പ്രതിഫലങ്ങൾ തരുവാൻ, ചില വാഗ്ദത്തങ്ങൾ തരുവാൻ അവൻ രാജാവായി നമുക്കുണ്ട് എന്ന് പനിനീർ പുഷ്പം നമ്മെ വിളിച്ചറിയിക്കുക. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സമ്മാനം കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. അല്ലെങ്കിൽ ആദരിക്കുവാൻ, ഒരാളെ ആദരിക്കുവാൻ, ബഹുമാനിക്കുവാൻ, അനുമോദിക്കുവാൻ, അല്ലെ, പല നിലകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ പനിനീർ പുഷ്പം കൊടുക്കുന്നത്, അല്ലെ, അങ്ങനെ പല നിലകളിലുള്ള കാര്യങ്ങളെ നമുക്ക് അതിൽ കാണാനായിട്ട് കഴിയും. അപ്പൊ സമ്മാനം കൊടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ ഉന്നതമായത്, ശ്രേഷ്ഠമായത്, അനുഗ്രഹിക്കപ്പെട്ടത്, ശരിയായിരിക്കുന്നൊരു സമ്മാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവന് യേശു ക്രിസ്തുവിനെ കൊടുക്കുന്നതാണ്. യേശു ക്രിസ്തുവിനെ ഒരാൾക്ക് പങ്കുവയ്ക്കുവാൻ, അവൻ്റെ ജീവിതത്തിലെ തകർച്ചകളിൽ ദൈവത്തെ കൊടുക്കുവാൻ, അവൻ്റെ ജീവിതത്തിൽ ഉദ്ധാരണം വരുത്തുന്ന ദൈവത്തെ അവൻ്റെ ഹൃദയത്തിൽ കുടിയിരുത്തുവാൻ, അന്ധകാര ശക്തികളെ പുറത്താക്കുവാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം അവൻ്റെ അകത്ത് കൊടുക്കുവാൻ, അവൻ്റെ അകത്ത് നിത്യജീവനെ നൽകുവാൻ, അവനെ ദൈവത്തിൻ്റെ മന്ദിരമാക്കി മാറ്റുവാൻ, അവന് ദൈവത്തിൻ്റെ മകളുമാക്കി മാറ്റുവാൻ, അങ്ങനെ സ്വർഗത്തിലേക്ക്, മോക്ഷത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കാൻ കഴിയുന്ന വലിയേറിയൊരു സമ്മാനമാണ്, ഉന്നതമായ ഒരു സമ്മാനമാണ് യേശു ക്രിസ്തു. ആമേൻ, സ്തോത്രം. അങ്ങനെ യേശു ക്രിസ്തുവിനെ പങ്കുവയ്ക്കുവാൻ, കൊടുക്കുവാൻ കഴിയുന്ന ഒരു കാര്യത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. സമ്മാനം പോലെ കൊടുക്കുവാൻ ആർക്കെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും നല്ല ഒരുവനെ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഇത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ അടുത്ത വിഷയം എന്ന് പറയുന്നത് നമുക്ക് താഴ്വരയിലെ താമരയാണ്. അത് നമുക്ക് നമ്മെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. താമര നിൽക്കുന്നത് വെള്ളത്തിൻ്റെ അടിയിൽ വലിയ ചെളിയുടെ അനുഭവത്തിലാണ്. എന്നാൽ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വരുന്ന ഇലയും പൂക്കളുമൊക്കെ അതിമനോഹരമാണ്. ചെളിയുടെ ഒരു അംശം പോലും ഇലകളിലും താമരകളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ലോകത്തിൽ സ്തോത്രം നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ അഴുക്കുകളിൽ കിടന്നുള്ള ഒരു ജീവിതമല്ല, അഴുക്കിൽ കിടക്കുന്ന ഒരു അനുഭവത്തിലല്ല. ഈ താമരയുടെ മുകളിൽ, വെള്ളത്തിൻ്റെ മുകളിൽ കാണുന്ന മനോഹരമായ നിലകളിൽ നമുക്ക് ജീവിക്കുവാൻ നമുക്ക് കഴിയും എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടിപ്പിനെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന ഇങ്ങനെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഇവയൊക്കെ സ്തോത്രം അണിയിച്ചൊരുക്കിയ ഒരു ദൈവം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മെ അവയേക്കാളും എത്ര അധികമായി നമ്മെ അണിയിച്ചൊരുക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അവസാനമല്ല, നീ ക്ഷമയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നിന്റെയും ജീവിതത്തിൽ കാണുവാനായിട്ടിടയാകും. അപ്പം കരുതുന്ന ദൈവമാണ്, അവൻ നിന്നെ മഹത്വം അണിയിക്കുവാനായിട്ട് ഇടയാകും. അല്പവിശ്വാസികളാകാതെ നമുക്ക് വലിയ നിലയിൽ, നമുക്കറിയാം, കർത്താവ് അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ശലോമോൻ സകല ജ്ഞാനവും അതുപോലെ വലിയ സമ്പന്നനുമായ ജ്ഞാനവും നിറഞ്ഞ ഈ ശലോമോൻ പറയുന്നത് അവൻ്റെ സകല മഹത്വത്തിൽ അണിഞ്ഞൊരുങ്ങിയാലും ഒരു താമരയുടെ മഹത്വത്തിന് ഒത്തവണ്ണമാകുകയില്ല എന്നാണ് വചനം പറയുന്നത്. അത് ശരിയാ. അപ്പോൾ നമ്മെ ദൈവം മാനിക്കും, ദൈവം നമ്മെ കരുതും, നമ്മെ അണിയിക്കും എന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പിന്നെ നമ്മൾ ഒരു പൂവിനെ കുറിച്ച് കൂടെ ചിന്തിക്കുക. ബദാം എന്ന് പറയുന്ന പൂവ് നമുക്ക് മോശയുടെയും അഹരോന്റെ ജീവിതത്തിൽ ആലയത്തിലെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുവാൻ, അതായത് തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വലിയൊരു മത്സരം ഉണ്ടായി. മറ്റുള്ള എല്ലാവർക്കും ആലയത്തിലെ പുരോഹിത ശുശ്രൂഷ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ കൂട്ടം അഹരോനോടും മോശയ്ക്കുമെതിരെ വലിയ മത്സരം ഉണ്ടാകുവാനിടയായി. അപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, എല്ലാവരും 12 ഗോത്രങ്ങളിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നവരെ നിങ്ങളുടെ ഗോത്രങ്ങളുടെ പേര് ഉണക്കക്കമ്പിൽ എഴുതി നിയമപ്പെട്ടത്തിനകത്ത് വെക്കുക. രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കുന്നവരുടെ കമ്പ് അത് മുളച്ച് അതിൽ ഫലം കായ്ക്കുന്ന ആരുടെ കമ്പാണോ അത് ദൈവം തിരഞ്ഞെടുത്ത ആളാണ് ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവേണ്ടത്.
അങ്ങനെ പറഞ്ഞ് 12 ഗോത്രങ്ങളിൽ നിന്നും 12 ഉണക്കക്കമ്പുകൾ കൊണ്ടുവന്നു. അതിലൊക്കെ ഓരോ ഗോത്രങ്ങളുടെ പേരെഴുതി. അഹരോനും തൻ്റെ ലേവി ഗോത്രത്തെ പേരെഴുതി. അങ്ങനെ ആ രാത്രിയിൽ ആ ഉണക്കക്കമ്പ് പിറ്റേ ദിവസം നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് എങ്ങനെയാണ്? ആ ഉണക്കക്കമ്പ് തളിർത്ത് പൂവിട്ട് അതിൽ ഫലം കായ്ക്കുവാനായിട്ടുള്ള ബദാം ഫലം കായ്ക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടത് അഹരോനാണെന്ന് ദൈവം എല്ലാ ജനത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയാക്കി തീർന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് തുണയായിട്ട് നമ്മുടെ കർത്താവുണ്ട്. സ്വത്രം നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഇപ്രകാരം ഒരു സാധ്യതയുമില്ല. ഉണക്കക്കമ്പ് നമ്മുടെ ജീവിതം ഒരു സാധ്യതയുമില്ലാതെ ഇങ്ങനെ കത്തിക്കാൻ പോലും ഇല്ലാത്ത പോലെ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവസന്നിധിയിൽ ഒരു രാത്രിയിൽ നാം ഇരിക്കുന്നുവെങ്കിൽ അതല്ല വിശ്വാസത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നുവെങ്കിൽ, ദൈവവചനപ്രകാരം ജീവിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഈ ഓരോ ഉണക്കക്കമ്പിനെ ഇതുപോലെ ആക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അതിനേക്കാളും അത്ഭുതകരമായ നിലകളിൽ ദൈവത്തിനെ പ്രവർത്തിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യതകളെ നോക്കേണ്ടതില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിത്തരും. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ, സന്തോഷകരമായ നിലകളിൽ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അത് ഉറപ്പുള്ള കാര്യമാണ്. ഒരു രാത്രിയിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ കാര്യങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങൾ വരുവാനായിട്ടിടയാം. കർത്താവിൻ്റെ പാദപീഠത്തിൽ നിയമപ്പെട്ടകത്തിൻ്റെ അടുക്കലാണ് ഇരുന്നത്. ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിലാണ് ഇരുന്നത്. മറ്റു പലതിൻ്റെ കീഴിലല്ല ഇരിക്കുവാൻ ഇടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കാം. ഒരു അത്ഭുതകരമായ ഒരു ഉണർവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി എന്നിൽ കാണുവാനിടയാകണമെങ്കിൽ, ശൂന്യതയും ഉണങ്ങിപ്പോയ സാഹചര്യങ്ങളുടെ നടുവിലായിരിക്കുന്നുവെങ്കിൽ, ഇനി എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് പറയുന്നുവെങ്കിൽ, കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നാൽ ഒരു ബദാം ഉണക്കക്കമ്പിനെ തളിർപ്പിച്ച് അത് പൂവിട്ട് അത് ഫലം കായ്ക്കുവാനിടയാക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്യുവാൻ അവൻ വിശ്വസ്തനാണ്. വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ പാദപീഠത്തിലിരിക്കണം. ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ടിടയാകും. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് പൂക്കൾ വളരെ അനിവാര്യമാണ്. പരിസ്ഥിതി അനിവാര്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്, അതിൻ്റെ നിലനിൽപ്പിന്, സ്വർഗീയ പ്രവേശനത്തിന്, നമ്മുടെ ആത്മീയ ജീവിതത്തിലെ അനുഗ്രഹങ്ങളും നന്മകളും ജീവനും ഭക്തിക്ക് വേണ്ടിയതെല്ലാം നൽകിത്തരുവാൻ നമ്മുടെ ആത്മാവിന് നാം അധികം ശ്രദ്ധയോടെ ദൈവത്തിന് വസിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണം. ദൈവവചനം അനുസരിക്കണം, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനമേറ്റ് കൂട്ടായ്മ ആചരിച്ച് മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ.